ഡിജിറ്റലിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ മലയാളിയുടെ. അതായത് ഫോണിലേക്ക് നമ്മുടെ ടി വിയും നമ്മുടെ സംസാര സ്പേസും ഒക്കെ മാറുന്ന ഒരു സമയം. അവിടെയാണ് കറക്റ്റ് ആര്യയുടെ ഒരു ലോഞ്ച്. അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. എല്ലാ സ്പേസസ് സോഷ്യൽ മീഡിയ സ്പേസസിന് മലയാളിക്ക് ഒരു വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടവും ഡാറ്റയുടെ യൂസേജൊക്കെ കൂടുന്നിടത്താ ആര്യയുടെയും ഒരു വളർച്ച. അത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ആ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഇന്നിപ്പോ ടെലിവിഷനിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല. ടെലിവിഷനിൽ ഞാൻ ഇന്ന് വിസിബിൾ അല്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എൻ്റെ പഴയ ഷോസ് റീടെലികാസ്റ്റ് ആവുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമകൾ OTTസിലുണ്ട്, ശരിയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലിൽ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഇന്ന് ടെലിവിഷനിൽ വരുന്നുള്ളൂ. പക്ഷെ ഇന്നും ആൾക്കാർക്ക് ഞാൻ കുറച്ച് ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ഇന്നും ഞാൻ നിൽക്കുന്നു. ലൈക്ക് ആൾക്കാർക്ക് ഇന്നും ആര്യ ബഡായി എന്നുള്ള പേര് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. എന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഷോനെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ആൾക്കാർ അവരിന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോഴും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട്. അത് 200% ആണ്. അതിൻ്റെ ഒരു ട്രാൻസിഷനെ കൂടി എങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു സമയത്ത് ആളുകൾക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. 2 തെറ്റിദ്ധാരണകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഭാര്യയാണ്, 2 ആര്യക്ക് വലിയ വിവരമൊന്നുമില്ല, അപ്പോൾ കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല എന്നുള്ളത്. ഇത് രണ്ടും ആളുകൾക്ക് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ചാൽ രമേഷ് പിഷാരടിയും ഒറിജിനൽ വൈഫും പിന്നെ ആര്യയുടെയും കൊണ്ടൊരു റിട്ടേൺ ഇന്റർവ്യൂ പബ്ലിഷ് ആയി വന്ന സമയത്താണ് അത് കുറെ ആളുകളിലേക്ക് എത്തിയത്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ആ ഡിഫറൻസ് ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ രമേഷ് പിഷാരടിയുടെ ആ ഷോന്റെ ഒന്നും ബാക്കിംഗ് ഇല്ലാതെയാണ് ആര്യ എന്നുള്ള പേഴ്സണിനെയും അല്ലെങ്കിൽ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെയും ഓണ്ടർപ്രണറിനെയും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാ. അത് ആ ട്രാൻസിഷൻ കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ട്രാൻസിഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിനെക്കാളും കൂടുതൽ ആ ഒരു ട്രാൻസിഷൻ ആൾക്കാരിലേക്ക് കൂടുതൽ രജിസ്റ്റർ ആയത് ബിഗ് ബോസ് എന്ന ഷോ വഴിയിട്ടാണ്. 200%. കാരണം ഇന്റർവ്യൂസ് ഒക്കെ വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണല്ലേ. ഇപ്പൊ വായന ഇല്ലല്ലോ ആർക്കും. നമ്മൾ എത്രയൊക്കെ വലിയ മാഗസീൻസിൽ എത്രയൊക്കെ വലിയ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇന്ന് യൂട്യൂബിൽ ഈ ഒരു ഇന്റർവ്യൂ വരുന്നതിൻ്റെ അത്രയും ഒരു റീച്ച് ഒരു എഴുതി വരുന്ന ഇന്റർവ്യൂവിനില്ല. അപ്പോൾ അതുകൊണ്ട് അത് വായിച്ച് ഈ കാര്യം മനസ്സിലാക്കിയ ആൾക്കാർ വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇതുപോലെ ലൈവായിട്ടിരുന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് ഒരു പരിധി വരെ കാരണമായ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് തന്നെയാണ്. അപ്പോൾ അത് റിയൽ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും റിയൽ ലൈഫ് കാര്യങ്ങളാണെന്നറിയാം. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കിയത് ആര്യ ബഡായി ശരിക്കും രമേഷ് പിഷാരടിയുടെ ഭാര്യ അല്ല എന്നുള്ള കാര്യം കുറേ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആയത് ആ ഒരു ഷോ വഴി തന്നെയാണ്. പിന്നെ ആ ഒരു ട്രാൻസിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം വെച്ച് വലിയൊരു ശതമാനം ആൾക്കാർക്ക് ആ ഒരു ട്രാൻസിഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരിഷ്ടപ്പെട്ടതും അവരൊരു 5 വർഷത്തോളം തുടർച്ചയായിട്ട് കണ്ടതും ആ ഒരു പൊട്ടി ഭാര്യനെയാണ്. ആ പൊട്ടി ഭാര്യയായ ആര്യയോട് തോന്നിയ ഒരു ഇഷ്ടമുണ്ട്, ആ ഒരു അഫെക്ഷൻ ഉണ്ട്, ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്നുള്ള ആ ഒരു സാധനമുണ്ട്. അതിന്ന് മാറി ശരിക്കുമുള്ള ആര്യ എന്താണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് അത് പിഷാരടിയുടെ ഭാര്യ അല്ല ആ ആര്യ എന്നുള്ളത് അറിഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു വലിയ ശതമാനം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് എനിക്കുണ്ടായ അനുഭവം വെച്ച് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം വളരെയധികം വോക്കലായിട്ടുള്ള ഒരു ആര്യ ഞാൻ കണ്ടിട്ടുള്ളത്. കുറെ കൂടെയൊക്കെ തുറന്ന് സംസാരിക്കുന്ന, എസ്പെഷ്യലി എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഫെയിലിയേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഒന്നും ആ സൈഡൊന്നും നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എത്രയോ കാലമായി അമീർ ഖാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഏറ്റവും അവസാനം റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ എത്ര തവണ മിസ് ചെയ്തായിരുന്നു, ഞാൻ 30 വർഷം സിനിമയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ നേടിയതെന്നൊക്കെ പറഞ്ഞ വിതുമ്പാണ്. അദ്ദേഹം ബ്രേക്ക് ഡൗൺ ആണ്. കാരണം നമ്മളിപ്പോഴും അവരെ സക്സസ്ഫുൾ ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മളിപ്പോഴും അവരെ ഗ്ലിറ്റും ഗ്ലാമറിലല്ലേ കണ്ടിട്ടുള്ളൂ. ആര്യ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ചത്? അത് ഞാൻ മനഃപൂർവ്വം സംസാരിക്കുന്നതല്ല, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതെ, അത് പക്ഷെ പ്രേക്ഷകന് അറിയാൻ സാധ്യതയില്ല. പക്ഷെ എന്നെ അടുത്തറിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ആര്യ ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ഭയങ്കര വോക്കലായിട്ടുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് സൗഹൃദങ്ങളിൽ പെടുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അപ്പം എന്നെയുമായിട്ട് അടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. അതിപ്പം 10-12 വർഷം പരിചയമുള്ള സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും. ചിലപ്പോൾ 2 വർഷം മുന്നേ എൻ്റെ സുഹൃത്തായ ഒരാൾക്കും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ഞാൻ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വോക്കലാകാൻ വേണ്ടി വോക്കലാവുന്നതല്ല. ഇതെന്റെ ക്യാരക്ടറിൽ ഉള്ളതാണ്. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് ഓപ്പണായിട്ട് സംസാരിച്ച് പോകുന്നതാണ് കാര്യങ്ങൾ. അതാണ് സത്യം. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ പോലും നമ്മളുടെ ഭാഗം ഓക്കെ ആക്കിയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? പക്ഷെ ആര്യ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രധാനമായിട്ട് റിലേഷൻഷിപ്പിലെ കാര്യമൊക്കെ പറയുമ്പോൾ ആര്യയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ മനസ്സിലായോ? ഭയങ്കര വ്യത്യാസം ഉണ്ട് അതിന്. പ്രത്യേകിച്ച് സ്ത്രീ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതിന് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥങ്ങൾ എത്രയോ ആളുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും ഈ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ അങ്ങനെ കാര്യങ്ങൾ പറയാന്നുണ്ടല്ലോ. അത് ശരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു പോയതാ? ഇതിന്റെയൊക്കെ പരിണിത ഫലം അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. പിന്നീട് ഇതൊക്കെ ആൾക്കാര് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആര്യയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആര്യ ഉദ്ദേശിച്ചത് അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. ശരിയാണ്. ഞാൻ തെറ്റ് എന്ന് പറഞ്ഞത് പലരും തെറ്റായ രീതിയിൽ അതിനെ മൊറാലിറ്റി ഇന്റഗ്രിറ്റി ഇതെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അത് അവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും അറിയില്ല. ഈ കുട്ടി പറയുന്നു ഈ കുട്ടിയുടെ തെറ്റാണെന്നും പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ആൾക്കാര് നാച്ചുറലി ജഡ്ജ് ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേക സാധനമാണ്. ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിധി എഴുതി കളയും, ജഡ്ജ് ചെയ്യും. ആൻഡ് അതിനെ ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അവരത് ചെയ്യുകയും ചെയ്യും. അതിന് ഇന്ന് ഏറ്റവും സുലഭമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ട് ഒക്കെ തുറന്നു കൊടുത്തിരിക്കുക പബ്ലിക് അക്കൗണ്ടാണ്. ആർക്ക് വേണോ എന്ത് വേണോ വന്ന് വിളിച്ച് പറയാം. അപ്പോൾ ആൾക്കാർ ജഡ്ജ്മെൻ്റൽ ആയിട്ടുണ്ട്. ഞാൻ അവരെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നതിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. നമ്മൾ മുഴുവനായിട്ട് എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. അപ്പം ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചിട്ടല്ല ഓരോന്നിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പം പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഈശ്വര ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് പറയണമെന്നുണ്ട്. ഇറ്റ്സ് നാച്ചുറലി കമ്മിങ് ഔട്ട്. എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇടണമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം ചിലപ്പം ഇതും ഈ പറഞ്ഞതിനെയും ആൾക്കാർ ജഡ്ജ് ചെയ്യുമായിരിക്കാം. ഇതിൻ്റെ താഴെയും മോശമായ കമൻസ് വരുമായിരിക്കാം. നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയണ്ട എന്നൊക്കെ ആൾക്കാരതൊക്കെ പറയും. ശരിയാണ്, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലല്ലോ. നമ്മൾ ചെയ്തതാണെങ്കിൽ ഞാനത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാണ്. ഈ സ്ത്രീകൾ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ, സിനിമയിൽ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ, നടിമാര്, ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇമ്മോറലായിട്ടുള്ള കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവർക്കുണ്ടാവുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സൗഹൃദങ്ങളിലൊക്കെയും മൊത്തം അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായോ? ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ ഒരു അറീനയിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു എന്റർപ്രണർ മാത്രമാണെങ്കിൽ എനിക്ക് ഇത്ര ഇത് ഫേസ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കാത്ത ഒരാളാണ് സത്യം പറയാലോ. അതും കൂടിയിട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു റീസണും അതുകൊണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഐ ഡോണ്ട് തിങ്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തിങ്ക് ചെയ്യാറില്ല. വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഓവർ തിങ്ക് ചെയ്ത് വിടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഒരു കൂടുതൽ സ്ത്രീകളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നമ്മൾ എപ്പോഴും തേച്ചിട്ട് പോകുന്നത് ആണുങ്ങളാണ് എന്ന് പൊതുവേ ഒരു സംസാരം ഒരു കാലഘട്ടം വരെയും ഉണ്ടായിരുന്നു. ഈയിടെയായിട്ടാണ് അത് മാറിയത്. അതായത് തേക്കാൻ പെണ്ണുങ്ങളും ഇടുക്കികളാണ്, പെണ്ണുങ്ങളും തേക്കാറുണ്ട്, ആണുങ്ങളും തേക്കാറുണ്ട്. അങ്ങനെ എല്ലാ ആണുങ്ങളുടെ തലയിൽ അതങ്ങ് അടിച്ചേൽപ്പിക്കണ്ട എന്നുള്ള സാധനം വോക്കലായി തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലേഡീസിന്റെ കേസ് എടുത്താലും എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല. ചിലപ്പോൾ കുറെ ആൾക്കാർ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് വേറെയാണ്. ഒരുപോലെ ചിന്തിക്കുന്ന കുറെ പേർ ഒന്നിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്.